നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മൗലിക കടമകളെ പറ്റിയാണ്. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനും 2 കടമകളെ പറ്റിയും പഠിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന കടമയിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 കടമകൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3ാമത്തെ കടമയിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് 3ാമത്തെ കടമയായിട്ട് ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ളത്? 3ാമത് പറയുന്ന കാര്യം രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തിന്റെ നന്മ ഇവയൊക്കെ നിലനിർത്തുക എന്നത് നമ്മുടെ ചുമതലയാണ്. നേരെ മറിച്ച് ഈ പറയുന്ന രാജ്യത്തിനുള്ളിൽ ഈ പറയുന്ന കലഹമുണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിനുള്ളിൽ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നതിന് ഐക്യവും അഖണ്ഡതയും ഒക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, രാജ്യദ്രോഹ കുറ്റങ്ങളൊന്നും ഏർപ്പെടാതെ രാജ്യത്തിന് വേണ്ട നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുന്നതാണ് 3ാമത്തെ കടമയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി 4ാമത്തെ കടമയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4ാമത്തെ കടമയ്ക്കകത്ത് പറയുന്ന കാര്യം ദേശസേവനം ചെയ്യണം എന്നുള്ളതാണ്. രാജ്യത്തിന്റെ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ രാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതിന്റെ അർത്ഥത്തിൽ ചില രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് നമ്മൾ സൈനിക സേവനം ചെയ്യണമെന്ന്. അപ്പം ഈ രാജ്യസേവനം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൈനിക സേവനം മാത്രമല്ല, രാജ്യത്തൊരു അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പൊ എക്സാമ്പിള്, ഈ പറയുന്ന ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു. ആ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതേ ഉള്ളൂ. അപ്പം ചില രാജ്യങ്ങളിലൊക്കെ സൈനിക സേവനം എന്ന് പറയുന്നത് നിർബന്ധമാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം പ്രകൃതിക്ഷോഭം വരുന്നു, നീന്തൽ അറിയാത്ത ഒരാളെ ഈ പറയുന്ന വെള്ളത്തിൽ ഇറങ്ങിയ ഒരാളെ രക്ഷിക്കണം എന്നില്ല. നമ്മളാൽ കഴിയുന്ന എന്താണോ ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ കടമ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കടമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത കടമ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന പല വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. രാജ്യത്തിനുള്ളിൽ പല ഭാഷക്കാരുണ്ട്, പല മതക്കാരുണ്ട്, പല വിഭാഗത്തിൽ പെടുന്നവരുണ്ട്. അപ്പം ഇവരെയെല്ലാം ഒന്നിച്ച് നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന സാഹോദര്യം വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പം നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആള് മറ്റൊരു മതത്തിലോ മറ്റൊരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ഭാഷക്കാരനോ ആണ്, പക്ഷേ അയാള് ഇന്ത്യനാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരനാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത്തരത്തിൽ സൗഹാർദ്ദ മനോഭാവം വെച്ചു പുലർത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ അന്തസ്സിന് വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്കാതിരിക്കുക, അതായത് സ്ത്രീകളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക എന്നതും നമ്മുടെ ചുമതലയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന മറ്റുള്ളവരെ കരുതുന്നവരും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള മനോഭാവത്തോടു കൂടിയും സാഹോദര്യ മനോഭാവം വെച്ചു പുലർത്തുകയും സ്ത്രീകളുടെ അന്തസ്സ് കാത്തു പരിപാലിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ചുമതലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചുമതല എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന നമ്മുടെ മിശ്ര സംസ്കാരമുള്ള ഒരു രാജ്യമാണ്. വൈവിധ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്, മിശ്ര സംസ്കാരമുള്ള ഒരു രാജ്യമാണ്. ആ പാരമ്പര്യം നമ്മൾ പിന്തുടരണം. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്, അത് പിന്തുടരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മുടെ കൾച്ചർ ഇതാണ്, വേറൊരാളുടെ കൾച്ചർ വേറൊന്നായിരിക്കും. അതിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അതാണ് അടുത്ത കടമയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത കടമ എന്ന് പറയുന്ന G എന്ന് പറയുന്ന കടമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം, ഈ പറയുന്ന നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ പ്രകൃതി, നമ്മുടെ പരിസ്ഥിതി ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വനങ്ങളുണ്ട്, ഈ പറയുന്ന ജലാശയങ്ങളുണ്ട്, ഈ പറയുന്ന അങ്ങനെയുള്ള പല വൈവിധ്യങ്ങളുണ്ട്.
ഇതിനെയൊന്നും നശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സംരക്ഷിക്കുക എന്നത് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ ചുമതലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഈ പറയുന്ന പ്രകൃതിക്ക് ദോഷകരമായ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. നമ്മുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വലിച്ചു വാരി എറിയല്, അത് ഈ പറയുന്ന വേണ്ട രീതിയിൽ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുക എന്നത് നമ്മുടെ ചുമതലയാണെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചുമതലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പറയുന്ന ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മനോഭാവവും നമ്മൾ വളർത്തിയെടുക്കുക. അതായത് ഇപ്പോൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള വളർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. ഇതിനെ ഉൾക്കൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള പല ചിന്താഗതികളും മറ്റു കാര്യങ്ങളുമുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും തള്ളണം എന്നുള്ളതല്ല. ഈ പരമ്പരാഗത ചിന്തയിൽ തെറ്റായിട്ടുള്ള ചിന്തകളാണെങ്കിൽ അത് മാറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പം സയന്റിഫിക്കലി ഒരു കാര്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതായത് ഈ പറയുന്ന സമൂഹത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്കിലേ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോകത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്ന കാര്യമാണ് ഈ പറയുന്ന പൊതു സ്വത്ത് പരിരക്ഷിക്കുക എന്ന് പറയുന്നതും അക്രമവാസന ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പറയുന്ന പബ്ലിക് പ്രോപ്പർട്ടി അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സമൂഹത്തിൽ അക്രമവാസനയും മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. അപ്പം ഈ പറയുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ടുള്ള കടമ എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് എല്ലാ മണ്ഡലങ്ങളും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിലേക്ക് നിറവേറ്റുക അല്ലെങ്കിൽ മുന്നേറ്റുക. അതായത് ഈ പറയുന്ന നമ്മളാൽ കഴിയുന്ന കാര്യം രാജ്യത്തിന് വേണ്ടി ചെയ്യുക. നമ്മുടെ ഏത് കഴിവ്, ഇപ്പോൾ ഓരോരുത്തരുടെ കഴിവ് വ്യത്യസ്ത രീതിയിലായിരിക്കും, അവരവരുടെ കഴിവിനനുസരിച്ച് രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് 10ാമത്തെ കടമയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കടമയൂടെയാണ് വരുന്നത്. ഒരു കടമയെന്ന് പറയുമ്പോൾ 86ാം ഭേദഗതി പ്രകാരം 2002 കൂട്ടിച്ചേർത്ത കടമയാണ് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കളുടെയും കടമയാണ്. ഇതാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന 11 കടമകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ക്ലാസിന്റെ തുടക്ക ഭാഗത്ത് ഈ പറയുന്ന കടമകൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് കടമകൾ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മൗലിക കടമയാണോ അല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. കാരണം അതിനെപ്പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന റോഡ് നിയമങ്ങൾ പാലിക്കണം ഒരു കടമയാണോ? അതൊരു കടമ എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ പൊതുജീവിതത്തിൽ നമ്മളത് പാലിക്കേണ്ടതാണ്. മൗലിക കടമ എന്ന രീതിയിൽ അത് എടുത്തു പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. മുതിർന്നവരെ ബഹുമാനിക്കണം ഒരു മൗലിക കടമയാണോ? അല്ല. ഇത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ അന്തസ്സിന് ദോഷകരമായിട്ടൊന്നും പ്രവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് ഒരു മൗലിക കടമയല്ല, നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കടമയാണെന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള 11 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം എന്തൊക്കെയാണ് മൗലിക കടമ അല്ലാത്തത് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ആദ്യമാണ് പ്രത്യേകത പറയുന്നത്, പക്ഷെ ഇവിടെ അവസാനമാണ് അതിന്റെ പ്രത്യേകതയിലേക്ക് വരുന്നത്. കാരണം ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ ഇനി സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് ഏറ്റവും ഒടുവിലേക്ക് മാറ്റിവെച്ചതിന്റെ കാരണം. നമുക്ക് ആ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സവിശേഷതയിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത് ഓർത്തിരിക്കേണ്ട കാര്യം, ഇതൊരു ധാർമ്മികവും പൗരപരവുമായിട്ടുള്ള ചുമതലയാണ്. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ധാർമ്മികതയുടെ ഭാഗമാണ്, മൊറാലിറ്റിയുടെ ഭാഗമാണ്. ആ രീതിയിൽ വേണം അതിനെ കണക്കാക്കാൻ. അതുപോലെ ഒരു പൗരൻ എന്ന രീതിയിലും നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം മൗലിക കടമകൾ എന്ന് പറയുന്ന ധാർമ്മികവും പൗരപരവുമായിട്ടുള്ള ചുമതലയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല, നോൺ ക്വസ്റ്റ്യനബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഭരണഘടനയിൽ പല ഭാഗങ്ങളും പഠിച്ച സമയത്ത് നമ്മൾ കണ്ടായിരുന്നു, ആമുഖം ഭരണഘടന പ്രകാരം ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ ഇതും കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മൗലിക കടമകൾ ചെയ്തില്ല എന്ന് വെച്ചാൽ
അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ചാൽ നമുക്കെതിരെ കേസെടുക്കാൻ സാധ്യമാണോ അല്ലയോ, അതായത് പണീഷബിൾ ആണോ അല്ലയോ, ആ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഉത്തരം എഴുതുക എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ സംശയം വരുന്ന ഒരു ഭാഗമാണെങ്കിലും PSC പരീക്ഷാ തലത്തിൽ ഇങ്ങനൊരു ചോദ്യം വരികയാണ്, മൗലിക കടമകൾ പണീഷബിൾ ആണോ അല്ലയോ. PSC പരീക്ഷാ തലത്തിലാണെങ്കിൽ ഉത്തരം നോൺ പണീഷബിൾ ആണ്. അതായത് മൗലിക കടമ ചെയ്തില്ല എന്ന് വെച്ച് പണീഷ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തിരിക്കുക. അതായത് നോൺ പണീഷബിൾ ആണെന്ന് PSC പരീക്ഷാ തലത്തിൽ ഓർത്തിരുന്നോണം. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ഇത് പണീഷബിൾ ആകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പൊ ഇതിന്റെ ആദ്യ ഭാഗത്ത് ഒന്നാമത്തെ കടമയിൽ പറയുന്നുണ്ട് ദേശീയ പതാക ദേശീയ ഗാനത്തെ ബഹുമാനിക്കണം. ഇപ്പം ഈ പറയുന്ന ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ഈ പറയുന്ന ആദരിച്ചില്ല എന്ന് വെച്ച് കേസെടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ദേശീയ പതാകയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ കേസെടുക്കാനുള്ള വ്യവസ്ഥ വേറെയുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പൊതുമുതൽ നശിപ്പിക്കരുതെന്ന്. ഇതിൻ്റെ അകത്തെ അടിസ്ഥാനത്തിൽ ഇത് നോൺ പണീഷബിൾ ആണെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ വകുപ്പ് ചേർത്ത് കേസെടുക്കാൻ പറ്റും. അപ്പം പരീക്ഷാ തലത്തിൽ ഇതൊന്നും ഈ പറയുന്ന പണീഷബിൾ അല്ല. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ മറ്റു പല നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ നിയമങ്ങൾ ഉപയോഗിച്ച് ഇതിന് വിരുദ്ധമായിട്ട് ചെയ്താലും കേസെടുക്കാം. അപ്പം പരീക്ഷാ തലത്തിൽ ഇത് നോൺ പണീഷബിൾ ആണ്, പ്രായോഗിക തലത്തിൽ നോൺ പണീഷബിൾ ആണെന്നും പറഞ്ഞ് എന്തുവേലും ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് അകത്തിടും എന്നുള്ളത് യാഥാർത്ഥ്യവുമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇതുമായി കണക്ട് ആയിട്ടുള്ള മറ്റു നിയമങ്ങൾ ഉപയോഗിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണുള്ളത്, മൗലിക കടമയെ പറ്റി പഠിക്കാൻ 1999 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുന്നുണ്ടതാണ് വർമ്മ കമ്മീഷൻ എന്ന് കൂടി ഓർത്തിരിക്കുക. മൗലിക കടമകൾ നിലവിൽ വരുന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെങ്കിൽ മൗലിക കടമകളെ പറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ മൗലിക കടമകളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി, അതായത് അത് പണീഷബിൾ ആക്കണോ വേണ്ടയോ എന്നതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി വന്ന ഒരു കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി അല്ലെങ്കിൽ വർമ്മ കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ ഒന്നും നടപ്പാക്കിയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകേണ്ട. പക്ഷെ 99 കടമകളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി വന്ന കമ്മീഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? വർമ്മ കമ്മീഷൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതകൾ. 2 ക്ലാസ്സുകളിലായിട്ട് കടമകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് കടമ എന്നുള്ളൊരു ധാരണ മനസ്സിൽ വന്നു കാണും എന്ന് വിചാരിക്കുന്നു. ഒരു പൗരൻ എന്ന രീതിയിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പരീക്ഷാ തലത്തിൽ മാത്രമല്ല ഒരു പൊതുജീവിതത്തിന്റെ ഭാഗമായിട്ടും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.